ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്നത്തെ വാദം പൂർത്തിയായി. സ്വാഭാവിക ജാമ്യം തേടി ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസു നൽകിയ ഹർജിയിൽ കോടതി നാളെ വാദം കേൾക്കും. എ വി ജയശങ്കറുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ജയശങ്കർ, ഇന്നിപ്പോൾ വാദം പൂർത്തിയായിട്ടുണ്ട്. ഇന്നത്തെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? അതായത് തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ വിശദമായ വാദമാണ് നടന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2018 വൈക്കം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസിലെ ഹൈക്കോടതി വിധി ഉൾപ്പെടെ പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് കോടതി നിരീക്ഷിച്ചത് അല്ലെങ്കിൽ ഹൈക്കോടതി പറഞ്ഞത് ക്ഷേത്രത്തിൽ ഭരണപരമായ കാര്യങ്ങളിൽ ഒരു കാരണവശാലും തന്ത്രിക്ക് അധികാരമില്ല, അവകാശമില്ല എന്ന കാര്യമാണ്. അതാണ് ഇന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയെങ്കിൽ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഭരണപരമായ കാര്യങ്ങളിൽ തന്ത്രിക്ക് എങ്ങനെ ഇടപെടാനാകുമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. എന്തായാലും വിശദമായ വാദമാണ് കോടതിയിൽ നടന്നത്. ഏകദേശം 2 മണിക്കൂറോളം കോടതി തന്ത്രിയുടെ അഭിഭാഷകന്റെ വാദം കേട്ടു. വലിയ തോതിൽ തന്ത്രിക്ക് അനുകൂലമായ വാദഗതികൾ അവർ ഉന്നയിച്ചു. ഒരു തരത്തിലും ഭരണപരമായ കാര്യങ്ങളിൽ തന്ത്രി ഇടപെട്ടിട്ടില്ല. ദേവസ്വം ബോർഡ് നിർദ്ദേശിക്കുന്നതനുസരിച്ച് മാത്രമാണ് തന്ത്രി ഇടപെട്ടത്. ഒപ്പം തന്നെ കണ്ഠരര് രാജീവർ ഒപ്പിട്ട് നൽകിയതെല്ലാം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കാണിച്ച സ്ഥലങ്ങളിൽ മാത്രമാണ് തന്ത്രി ഒപ്പിട്ട് നൽകിയത്. അതിനപ്പുറത്തേക്ക് തന്ത്രിക്ക് ഒരു കാര്യങ്ങളിലും അറിവില്ല എന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. ഈ ഹൈക്കോടതിയുടെ ഉൾപ്പെടെ മുൻകാല ദേവസ്വം ബെഞ്ചിന്റെ ഉൾപ്പെടെ മുൻകാല ഉത്തരവുകൾ കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു തന്ത്രിയുടെ അഭിഭാഷകൻ എന്തായാലും കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. എന്തായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട വാദം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ വാദം മാത്രമാണ് പൂർത്തിയായത്. നാളെ കോടതി വീണ്ടും ചേരുന്ന ഘട്ടത്തിൽ പ്രോസിക്യൂഷൻ ഇതിന്റെ മറുവാദം വെക്കും. നേരത്തെ തന്ത്രിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അതിനെ എതിർത്തുകൊണ്ട് SIT കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. തന്ത്രിക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട്, എല്ലാം തന്ത്രിയുടെ അറിവോടെ എന്നായിരുന്നു SITയുടെ ആ റിപ്പോർട്ട് ഉൾപ്പെടെയുണ്ട്. പ്രോസിക്യൂഷൻ അത്തരത്തിലുള്ള ചില തെളിവുകൾ കൂടി കോടതിക്ക് മുമ്പിൽ ഈ ജാമ്യം നിഷേധിക്കാൻ വേണ്ടി ചില തെളിവുകൾ കൂടി കോടതിക്ക് മുമ്പിൽ നൽകും. ഒരു കാരണവശാലും തന്ത്രിക്ക് ജാമ്യം നൽകരുന്ന വാദം നാളത്തെ വാദത്തിൽ പ്രോസിക്യൂഷൻ ഉന്നയിക്കും. എന്തായാലും നാളെ രാവിലെ 11 മണിക്ക് കോടതി ചേരുമ്പോൾ വീണ്ടും തന്ത്രിയുടെ കേസ് കോടതിക്ക് മുന്നിൽ വരും. വിശദമായ വാദം കഴിഞ്ഞ് മാത്രമേ തന്ത്രിക്ക് ജാമ്യം ഉണ്ടോ ഇല്ല എന്ന കാര്യം അറിയാൻ പറ്റൂ. കാരണം തന്ത്രിക്ക് നിലവിൽ സ്വാഭാവിക ജാമ്യം അനുവദിക്കാനുള്ള സമയപരിധി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി ഉൾപ്പെടെ പരിഗണിച്ച പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം കേട്ട് വിശദമായ വാദത്തിന് ശേഷമായിരിക്കും കൊല്ലം വിജിലൻസ് കോടതി എന്തായാലും തന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുക. തന്ത്രി ഇറങ്ങുമോ അതോ ജയിൽ തുടരുമോ എന്നറിയാൻ ഇനിയും ദിവസങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എൻ വാസു സ്വാഭാവിക ജാമ്യം തേടിക്കൊണ്ട് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി നാളെ കോടതി പരിഗണിക്കും. 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിലാണ് ദ്വാരപാലക പാളി കേസിൽ എൻ വാസു കൊല്ലം വിജിലൻസ് കോടതിയെ ജാമ്യം തേടിക്കൊണ്ട് സമീപിച്ചിരിക്കുന്നത്. സ്വാഭാവിക ജാമ്യമാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ ഇറങ്ങിയ സാഹചര്യത്തിൽ എൻ വാസുവും ഉടൻ പുറത്തിറങ്ങാൻ തന്നെയാണ് സാധ്യത. ഓക്കെ, വ്യക്തമാണ്. ജയശങ്കർ തുടരുക.